ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ ആർട്ടാട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ബോട്ടിൽ വെച്ചിട്ടാട്ടോ നമ്മൾ റെഡിയാക്കണത്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഫസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിക്കണം. പിന്നെ നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കാം. നമ്മൾ സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് പെയിൻ്റ് അടിക്കണം. പിന്നെ നമുക്കിത് മൊത്തം പെയിൻ്റ് അടിച്ചിട്ട് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മളിത് അങ്ങനെ പെയിൻറ്റ് മൊത്തം അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഫാബ്രിക് പെയിൻ്റ് ആട്ടോ യൂസ് ചെയ്ത്. നമുക്ക് വേണമെങ്കിൽ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യാം. പിന്നെ നമുക്കിത് ഒരു 10-12 മിനിറ്റ് ഉണങ്ങാൻ വെക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ആ ബോട്ടിനെ ഒന്ന് ഉണങ്ങുമ്പോൾ നമുക്ക് മറ്റുള്ള പരിപാടി നോക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ A4 ഷീറ്റ് നമുക്ക് ഇങ്ങനെ കറവായിട്ടൊന്ന് ഇതാക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ കറവായിട്ട് ഇങ്ങനെ കീറിയെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതൊക്കെ കറവാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി, അതായത് ബ്രൂ ഇട്ട് കൊടുക്കാം. മൊത്തട്ടു ഇനി നല്ലൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ പേപ്പറുകളൊക്കെ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇടാം. നല്ലോണം കുതിർത്തി എടുക്കാം. അപ്പോൾ ഇതൊക്കെ നല്ല പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കണം. അപ്പോൾ നല്ല വെയിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. നമുക്ക് ഉണങ്ങാൻ വെക്കാം. അപ്പോൾ ഇത് നമുക്ക് ഉണങ്ങാൻ വെക്കാം. അപ്പോൾ അതിപ്പോൾ അത് സൂക്ഷിക്കുന്നുണ്ടോ. നമ്മളിതങ്ങനെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണങ്ങിയിട്ട് ഇതൊക്കെ ഉണങ്ങിയിട്ട് ഒന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ പേപ്പറൊക്കെ കൂടെ നല്ല ഉണങ്ങി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. ഫ്രണ്ട്സ്, ഇനി നമ്മളിത് എഡ്ജൊക്കെ ഒന്ന് കത്തിച്ച് ഒരു കറുപ്പ് കളറ് ഷെയ്ഡാക്കി എടുക്കണം. ഇതൊന്നിങ്ങനെ കത്തി വരുമ്പോൾ ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നല്ല കത്തി വരും. അപ്പോൾ കുട്ടികളൊക്കെ ചെയ്യുകയാണെങ്കിൽ സൂക്ഷിച്ച് ചെയ്തു, കൈ പൊള്ളാതെ സാധ്യത നിറയുന്നുണ്ട്.
ഫ്രണ്ട്സ് അപ്പോൾ ഇത് ലാസ്റ്റത്തെ കേട്ടോ, അത് കഴിഞ്ഞു. അപ്പോൾ ഇതിന് ഊതലും മതി, തട്ടേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ ഊതലും മതി. പിന്നെ നമുക്ക് ആ ബോട്ടിൽ മതാക്കണം കാണാം. ഫ്രണ്ട്സ് മിക്സ് എന്താണെന്ന് വെച്ചാൽ 2 സ്പൂൺ ഫെവിക്കോള്, അതിന് 1 സ്പൂണ് വെള്ളം, അതാണ് മിക്സ്. ഇപ്പോൾ 1 സ്പൂൺ ആയിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. ഇപ്പോൾ 1 സ്പൂൺ വെച്ചിട്ടുണ്ട്, ഇനി 2ാമത്തെ സ്പൂൺ. 2 സ്പൂൺ ആയിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് വെള്ളം. ഒരു സ്പൂൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല മിക്സ് ചെയ്യാം. ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ മിക്സൊക്കെ അവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ബ്രഷ് ഉപയോഗിച്ച് ഇതിമ നടിച്ചു കൊടുത്തതൊക്കെ ഒട്ടിക്കാം. ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ തൊട്ടിക്കണേ. കുറച്ച് ഗമ്മടിച്ചു. ഇനി ഒന്നിതാ ഇങ്ങനെ ഒട്ടിക്കാം. ഗമ്മ ആകാത്ത ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആക്കി കൊടുക്കുക. ഇതിപ്പോൾ 2ാമത്തെ ഒട്ടിക്കാണ്. ഇതിൻ്റെ മേലെ കൂടെ ഒക്കെ ഒന്ന് ഇതങ്ങനെയൊക്കെ ഒന്നാക്കി കൊടുത്താൽ നല്ല രസമുണ്ടാവും. ഇവിടെ ഒന്ന് ഗമ്മാക്കിയിട്ട് ഒട്ടിക്കുക. പിന്നെ നമുക്ക് ഇങ്ങനെ മൊത്തടിച്ച് ഒട്ടിച്ച് കാണിച്ചു തരാം. ഫ്രണ്ട്സ് നമ്മൾ ഒട്ടിച്ച് ഇങ്ങനെ ഇത്ര എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മളെ അനിയനും ഉണ്ട് കേട്ടോ കൂടെ. ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ബോട്ടിൽ ഒട്ടിച്ച് വരുമ്പോൾ ഇത് ഈ പരിവാവും. അപ്പോൾ ഈ സ്ഥലമൊക്കെ ഒട്ടിച്ചുമ്പോൾ ശ്രദ്ധിക്കാതെ ഇങ്ങനെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് മടക്കി ആക്കി കൊടുക്കുക. പിന്നെ ഈ ലാസ്റ്റും ഒന്ന് ശരിക്കും ഇതാക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ബോട്ടിലിവിടെ നല്ല ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ഉണക്കി വെക്കാം. ഉണക്കി എന്നിട്ട് ആ പശൻ്റെ ഒരു കോട്ടും കൂടി അടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഉണങ്ങുന്നത് വരെ ഒന്ന് കാത്തിക്കാം. ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ബോട്ടിൽ ഇവിടെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വാർണിഷൊക്കെ അടിച്ചെടുക്കാം. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഗമ്മിൻ്റെ ഒരു കോട്ടിങ്ങും കൂടി അടിച്ചെടുക്കാണ്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. നമുക്ക് മൊത്തം അടിച്ചിട്ട് കാണാം. നമ്മൾ ഗമ്മടിച്ച കോട്ടും കൂടെ ഉണങ്ങാൻ വെച്ചിരിക്കണ്. ഇപ്പോൾ ഇതാ റിബു ഇവിടെ നല്ല കളിയിലാണ്. പിന്നെ നമുക്കിനി അത് ഉണങ്ങിയിട്ട് അതിൻ്റെ മേലെ കയറൊക്കെ കെട്ടാണ്ട് അതിന് ഞാൻ ഉണങ്ങിയിട്ട് കാണിച്ചു തരാം. ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിവിടെ ബോട്ടിൽ ആ ഗമ്മിൻ്റെ ഒരു കോട്ടും കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്രൈമറും അടിച്ചെടുക്കണം. അപ്പം നമുക്ക് അടിച്ചെടുക്കാം. അപ്പം ഇനി നമുക്ക് ബോട്ടിൽ പ്രൈമർ അടിച്ചെടുക്കാം. ഫ്രണ്ട്സ് ഇവിടെ ഭയങ്കര കാറ്റാട്ടോ, അതാണ് ഈ കാറ്റിൻ്റെ സൗണ്ട്. ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പ്രൈമറൊക്കെ നല്ല അടിച്ചെടുത്തിട്ടുണ്ട്.
പിന്നെ നമുക്കിനി ഇത് 10-12 മിനിറ്റ് ഒന്ന് ഉണങ്ങാൻ വെക്കണം. അപ്പം ഇനി ഉണങ്ങാൻ വെച്ചിട്ട് ഇതാ ഈ അറ്റത്തെ നമുക്ക് നൂലൊക്കെ ഒന്ന് ചുറ്റണം കേട്ടോ. അപ്പം നമുക്കിത് ഉണങ്ങാൻ വെക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ബോട്ടിൽ പ്രൈമർ അടിച്ചത് നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് നൂലൊന്ന് ചുറ്റിയെടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ കളറായിട്ട് ചുറ്റിയിട്ടുണ്ട്, ചാകുനൂലാണ്. ഇപ്പോൾ നമ്മൾ സാധനം വാങ്ങിയതൊക്കെ അതിനൊക്കെ ഉണ്ടാവും. നമുക്കിത് ചുറ്റിയെടുക്കണം. നമ്മൾ ഫെവിക്കോളും ഇതിന് യൂസ് ചെയ്യുന്നുണ്ടോ. ഫസ്റ്റ് നമുക്ക് ഒരു ഒട്ടിക്കണ ഭാഗം ഒന്ന് കുറച്ച് ഗമ്മ് ഇതാക്കി വെക്കാം. പിന്നെ നമുക്കിത് വേണം ചുറ്റുക ഫ്രണ്ട്സ്. അപ്പം നമ്മൾ നൂലൊക്കെ ചുറ്റിയെടുത്തിട്ടോ. നമ്മൾ റിബൂത് അവിടെ ഇരിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ബോട്ടിൻ്റെ വർക്കോടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ പൂച്ചയാണ്. നിങ്ങൾക്ക് ഇതിൽ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പോട്ടെ.